Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബേസിക്സ് ഓഫ് അക്കൗണ്ടൻസി ആൻഡ് സെമിസ്റ്റർ 2 ഹോസ്പിറ്റൽ മാനേജ്മെന്റ് യൂണിറ്റ് 1 ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ? ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ് മനസ്സിലാക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ വാല്യൂ ആണ്. അപ്പോൾ പൈസയുടെ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഗുഡ്സോ പ്രൊഡക്റ്റോ സർവീസോ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സർവീസോ പ്രൊഡക്റ്റോ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചതിന് പകരം പൈസ നമുക്ക് റിസീവ് ചെയ്യും. അതിന് അപ്പോൾ ആ എക്സ്ചേഞ്ചിനാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ വെച്ചാൽ ഒപ്പം തന്നെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ കാശ് വരികയാണെങ്കിൽ അതിന് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ആൻസർ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ഒപ്പം കിട്ടുന്നില്ല, ക്യാഷ് നമുക്ക് പിന്നെയാണ് കിട്ടുന്നത്, അത് കടത്തിലാണ് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ലേറ്റർ ആണ്. ആൻസർ എ ആണ്. വാട്ടർ ഗുഡ്സ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഐറ്റംസ് ആണ്, പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രോഡക്ട്സും സർവീസും ഉണ്ടാകും. അതിൻ്റെ പ്രോഡക്ട്സിനാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കലി നമ്മൾ ടച്ച് ചെയ്യാൻ സാധനമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്, ഫിസിക്കൽ ഐറ്റംസ്. വാട്ടർ സർവീസസ്, സർവീസ് ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊടാൻ പറ്റില്ല, നമുക്ക് അത് അറിയാനേ പറ്റുള്ളൂ. അപ്പോഴേക്ക് ഇപ്പം ഒരു ഡോക്ടർ പേഷ്യൻ്റ് എക്സാമിൻ രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നത് സർവീസാണ്, ഒരു കൺസൾട്ടൻസി സർവീസാണ്. നമ്മൾ ഒരു സാധനം അതിനകത്ത് കൈമാറുന്നില്ല, അപ്പോൾ അത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ ആൻസർ എ ആണ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര പൈസ ചിലവാക്കി, നമ്മൾ എത്ര പൈസ വരവുണ്ടായി അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടായി, അതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പം ചിലവിനെക്കാട്ടി കൂടുതൽ വരവാണെങ്കിൽ അത് ലാഭമാണ്. അപ്പോൾ അതിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ഇൻകം മോർ ദാൻ എക്സ്പെൻസ്. ലോസസ് നേരെ തിരിച്ചാണ്, എക്സ്പെൻസ് മോർ ദാൻ ഇൻകം. ചിലവ് കൂടുതലും വരവ് കുറവാണ്. അപ്പോൾ ആൻസർ എ ആണ്. അസറ്റ് മീൻസ് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു ബിൽഡിങ്ങോ ഒരു സ്ഥാപനമോ ഒരു മെഷീനോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അസറ്റായിട്ട് മാറും. അപ്പോൾ നമ്മളതിൻ്റെ ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഓൺഡ് റിസോഴ്സാണ്, അതിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ കാശ് വരുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് അസറ്റ് എന്ന് പറയും. അപ്പോൾ ആൻസർ എ ആണ്, ഓൺഡ് റിസോഴ്സ്. കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കറണ്ട് അസറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു ബിൽഡിംഗ് നമ്മൾ റെൻറ്റിന് കൊടുത്താൽ പിന്നെ ആയിരിക്കും ക്യാഷ് വരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്നത്. ആൻസർ എ ആണ്. നോൺ കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ ക്യാഷ് വരും, ഇപ്പോൾ ഇല്ല, ലോങ് ടേമിൻ്റെ ഓപ്പറേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്ക് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അത് ഭാവിയിൽ നമുക്ക് അതിന് വരുമാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് ആണ്. ആൻസർ എ ആണ്, ബിൽഡിംഗ്. ലയബിലിറ്റി മീൻസ് നമുക്ക് ബാധ്യതയാണ്, നമുക്ക് വേറെ ആൾക്കോ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ലയബിലിറ്റി. ആൻസർ എ ആണ്. ക്യാപിറ്റൽ മീൻസ് നമ്മുടെ കയ്യിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മുടെ കയ്യിലുള്ള ഒരു സ്വത്താണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിന് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ആൻസർ എ ആണ്. അതിൽ നമുക്ക് വേറെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻസർ എ ആണ്, ഓണർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡ്രോയിങ് മീൻസ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു, നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു, ATM നിന്ന് പൈസ എടുക്കുന്നു, അങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്, ഓണർ വിഡ്രോവൽ. നെറ്റ്വർക്ക് ഈക്വൽസ്, നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ടോട്ടൽ എൻ്റെ എല്ലാം കണക്കെടുക്കുമ്പോൾ പ്ലസും മൈനസ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എൻ്റെ വിലയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന് ലയബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അസറ്റ് മീൻസ് നമ്മുടെ സ്വത്താണ് അസറ്റ് എന്ന് പറയുന്നത്, ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ്വർക്ക് ആവുന്നത്. ആൻസർ എ ആണ്, അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ എന്താണ്. അപ്പം നമ്മുടെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. ഇപ്പം നമ്മളിലുള്ള അസറ്റും സ്വത്തും ഇപ്പം നമ്മളിലുള്ള ബാധ്യതയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ഡെപ്റ്റേഴ്സ് മീൻസ് നമുക്ക് പൈസ തരാൻ ഉള്ള ആൾക്കാർ. ഓ മണി ടു ദ ബിസിനസ്, ഇങ്ങോട്ട് പൈസ
തരേണ്ട ആൾക്കാരാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ടിരിക്കുന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നമ്മൾ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ ആരാണ് തന്നിരിക്കുന്നത് അവരാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബാധ്യതയുണ്ട്, വി ഓ മണി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു എമൗണ്ട് ഒരു ബിൽഡിങ്ങിലോ ഒരു മെഷീനിലോ എക്യുപ്മെൻറ്റോ ഫാക്ടറിയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനിൽ ഉള്ള തുടക്കത്തിൽ എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലാകുമ്പോൾ അതിപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതിൻ്റെ എക്യുപ്മെൻറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പോൾ ആൻസർ ലോങ് ടേം ബെനിഫിറ്റ് ആണ്. ആൻസർ എ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഷോർട്ട് ടേം ഡെയിലി നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചറാണ്. ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഡെയിലി ഓപ്പറേഷൻ വേണ്ട എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ആൻസർ എ ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത്. അപ്പം ആൻസർ എ ആണ്. അസറ്റ്സും ലയബിലിറ്റീസിൻ്റെ എല്ലാത്തിനും കണക്ക് കാണിക്കുന്ന ഷീറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര ലാഭം വന്നു എത്ര നഷ്ടം വന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഒരു കച്ചവടം നടക്കുമ്പം ആദ്യമേ ഒരു പ്രൈസ് കുറച്ചിട്ട് നമുക്ക് സാധനം തരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാശ് മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് ഡിസ്കൗണ്ട് നമ്മൾ അത് എൻ്റർ ചെയ്യാറില്ല. അപ്പോൾ അതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെഡി ആയിട്ട് ഒരാൾ ക്യാഷ് തരികയാണെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിരിക്കും, ചിലത് ക്യാഷ് ആയിരിക്കും. അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് ഒരാൾ പേയ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് അവർ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻസർ എ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? റെക്കോർഡിംഗ് ഡാറ്റ മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതാണ്. എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇടപാടുകളും എഴുതി വയ്ക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റും ആവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കിയിട്ടുള്ള നമ്മൾ കണക്കെടുക്കുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പം അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുന്ന അക്കൗണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഡിസിഷനിൽ സഹായിക്കുന്ന അക്കൗണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ടാക്സ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ്. അപ്പോൾ എത്ര ടാക്സ് ഗവൺമെൻറ് കൊടുക്കണം, എത്ര ടാക്സ് നമ്മൾ സ്റ്റാഫിൻ്റെ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം, അതൊക്കെ വരുന്ന കണക്കാണ് ടാക്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. സോഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് വ്യത്യാസങ്ങൾ വരുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ ബിസിനസ്സിനെ ബാധിക്കുന്നു, അതാണ് സോഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പം ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒരു വെൽഫെയർ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് ആൻസർ. ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ ട്രാൻസാക്ഷൻസ് എല്ലാ രീതിയിലുള്ള ചില കച്ചവടങ്ങൾ എക്സ്ചേഞ്ചും മണി എക്സ്ചേഞ്ചും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ എല്ലാ ലോസും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കുറച്ച് റൂൾസാണ്. അത് എല്ലാ അക്കൗണ്ടൻസും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും. അതിന് ഗ്യാപ്പ് പറയുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും. കുറേ റൂൾസും ഗൈഡ് ലൈൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അക്കൗണ്ടിങ് കമ്പനീസോ അക്കൗണ്ടിങ് ആൾക്കാരോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരാതിരിക്കാനും റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കാനും എല്ലാവരും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ചില റൂൾസാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസാണ് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം. ബിസിനസ് എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓണറും ഉണ്ടാവും, അയാൾക്കൊരു ബിസിനസ്സും ഉണ്ടാവും. അപ്പം രണ്ടിനെ രണ്ടായിട്ട് നമ്മൾ കാണുന്നു. ഓണറിൻ്റെ കാര്യങ്ങൾ വേറെ ആയിരിക്കും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ബിസിനസ്സായിട്ടും കാണുന്നതിനാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ഓണറിൻ്റെ ബിസിനസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻസർ എ ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ വെച്ചാൽ നമ്മളൊരു സാധനം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ
കണക്കെടുക്കുമ്പോൾ അത് കുറേ കാലം ഈ സ്ഥാപനം ഓടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് നിന്ന് പോകുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം എന്നത്തേക്ക് ഇത് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആൻസർ ആണ് കണ്ടിന്യൂസ് ഫോർ എവർ. മണി മെഷർമെൻറ്റ് മണി പൈസയുടെ കണക്ക് നമ്മൾ എടുക്കുന്നു, എല്ലാ പൈസയുടെയും കണക്ക് എഴുതി വയ്ക്കുന്നു, അങ്ങനെ മണി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആൻസർ ആണ്. അക്കൗണ്ടിങ് പീരീഡ്, എത്ര നാളത്തേക്കാണ് നമ്മൾ അക്കൗണ്ടിങ് എടുക്കേണ്ടത്? നമുക്ക് ചിലപ്പം ഒരു മാസമോ ഒരാഴ്ചയോ ഒരു വർഷമോ, അപ്പോൾ ആ ടൈമിനെയാണ് നമ്മൾ വെക്കുന്നത്. സാധാരണ ഒരു വർഷമാണ് സാധാരണ നമ്മളൊരു കണക്കെടുക്കാൻ വയ്ക്കുന്നത്. അപ്പം ആ ടൈമിനാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അക്യുറൽ കോൺസെപ്റ്റ്, അക്യുറൽ മീൻസ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നു, ക്യാഷും ക്രെഡിറ്റും രണ്ടും കൂടെ ചേർന്നിട്ട് ടോട്ടൽ എത്ര അക്യുമുലേഷൻ ഉണ്ടായെന്നുള്ളതാണ് അക്യുറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്യുറൽ കോൺസെപ്റ്റിനകത്ത് ക്യാഷും വരും ക്രെഡിറ്റും വരും. റിയലൈസേഷൻ കൺസെപ്റ്റ് നമ്മൾ അത് പൈസ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെക്ക് നമ്മൾ കൊടുത്തു, നമ്മൾ കയ്യിൽ ക്യാഷ് കിട്ടിയാൽ ചെക്ക് റിയലൈസ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പം പൈസ നമ്മൾ കയ്യിൽ വന്നു, അതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. എനിക്ക് റെക്കോർഡ് വെൻ ഏൺഡ്, ഇൻകം ഈസ് റെക്കോർഡഡ് വെൻ ഏൺ ചെയ്ത റെക്കോർഡ് വയ്ക്കുന്നതിനാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാച്ചിങ് കൺസെപ്റ്റ്, ഇൻകം എക്സ്പെൻസും തമ്മിൽ മാച്ച് ആവണം. അതിന് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നതിനാണ് മാച്ചിങ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ആണ്. ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാ ഇൻഫർമേഷനും നമ്മൾ പുറത്ത് കൊടുക്കുന്നതിനാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പം എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ആൻസർ ആണ്. ഡ്യുവൽ എസ്പെക്ട്, ഡ്യുവൽ എസ്പെക്ട് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സൈഡിൽ നോക്കണം, നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും സൈഡിൽ നോക്കണം. അപ്പം ഈ രണ്ട് സൈഡിനെയാണ് ടു സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡ്യുവൽ എസ്പെക്ട് എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് കമ്പോണന്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ആൻസർ ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള പൈസ എത്രയായിരുന്നു, തുടക്കത്തിലുള്ള കോസ്റ്റ് എത്രയായിരുന്നു, അതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആണ്. പർച്ചേസ് പ്രൈസിൽ തുടക്കത്തിലുള്ള വാങ്ങിയ സമയത്തുള്ള കോസ്റ്റ് എത്രയാണ്. അപ്പോൾ ആൻസർ ആണ്. വെരിഫയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം, തെളിവുണ്ടായിരിക്കണം, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തണം. അപ്പോൾ ആൻസർ ആണ്. പ്രൂഫ് നീഡഡ്, ബില്ലൊക്കെ നമ്മൾ ബില്ല് കാണിക്കുന്നതിന് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ വെരിഫയബിലിറ്റി. കൺസിസ്റ്റൻസി മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ പോകുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം സെയിം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, എല്ലാ വർഷവും യൂസ് ചെയ്യുന്നു, അപ്പോൾ അത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആണ്. കൺസർവേറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ കണക്കെടുക്കാൻ വളരെ സൂക്ഷിച്ചെടുക്കുന്നു, നമ്മൾ ലാഭം എടുക്കുമ്പോൾ ലാഭത്തിലുള്ള കാര്യങ്ങൾ എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിനാണ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം സൂക്ഷിച്ച കാര്യങ്ങൾ ചെയ്യുന്നു, കണക്കെടുക്കുന്നതിന് കൺസർവേറ്റീവ്സ്. അപ്പോൾ ആൻസർ ആണ്. ബി കോഷ്യസ്. മെറ്റീരിയാലിറ്റി, മെറ്റീരിയാലിറ്റി എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഐറ്റംസ് മാത്രം ഇൻഫോർമേഷൻ നോക്കുന്നു, അതിനാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആണ്. ടൈംലിനെസ്, എല്ലാ കാര്യങ്ങളും സമയത്ത് ചെയ്യുന്നു, അതിനാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. എല്ലാ റെക്കോർഡ്സും സമയം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആണ്. ഇൻഡസ്ട്രി പ്രാക്ടീസ്, ഇൻഡസ്ട്രി മീൻസ് ഇപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഇൻഡസ്ട്രി പ്രാക്ടീസ്. അപ്പോൾ ഹോസ്പിറ്റൽ മേഖലയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടറീസിൻ്റെ ഒരു ഇൻഡസ്ട്രി ആവാം. അപ്പോൾ ആ ഇൻഡസ്ട്രി, കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനാണ് ഇൻഡസ്ട്രി പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആണ്. ബാലൻസ് ഇക്വേഷൻ, ബാലൻസ് ഇക്വേഷൻ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ലയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇത് ബേസിക് അക്കൗണ്ടിങ് ഫോർമുലയാണ്. നമ്മളിപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യം ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു അസറ്റാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ക്യാപിറ്റൽ, നമ്മൾ ലോൺ എടുത്താൽ ലയബിലിറ്റിയാണ്. അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റി ചേർന്നിട്ടുണ്ടാവുന്നതാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 50,000 റുപ്പീസ് ഉണ്ട്, നമ്മൾ ബാങ്കിൽ നിന്ന് 20,000 എടുത്തു. അപ്പം ഈ 50,000 തന്നെ നമ്മുടെ ക്യാപിറ്റൽ,
ആ 20,000 നമ്മൾ ലയബിലിറ്റിയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 70,000 എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് എന്ന് വെച്ചാൽ വാട്ട് ദ ബിസിനസ് ഓൺസ്, ലയബിലിറ്റി എന്നാൽ വാട്ട് ദ ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡർ, ക്യാപിറ്റൽ മീൻസ് വാട്ട് ദ ബിസിനസ് ഓസ് ടു ദി ഓണർ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അതാണ് ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് എവിടെ നിന്ന് വരുന്നു, ക്യാഷ് എങ്ങോട്ട് പോകുന്നു, ക്യാഷിൻ്റെ മൂവ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻകം വരുന്നു, എക്സ്പെൻസ് പോകുന്നു, അപ്പം അതാണ് മൊത്തത്തിലുള്ള ആ ക്യാഷിൻ്റെ മൂവ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. അക്കൗണ്ടിങ് ഹെൽപ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഗുണം എന്താണ്? നമുക്ക് പല കാര്യങ്ങൾ തീരുമാനിക്കാനും ബെറ്റർ ഡിസിഷൻ എടുക്കാനും പറ്റും. ആൻസർ എ ആണ്. ഈ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതിനകത്ത് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. അപ്പം മിക്കവാറും എക്സാംസിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും വരാൻ സാധ്യതയില്ല. അടുത്ത 5 ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ നന്നായി സ്റ്റഡി ചെയ്യുക. ഓക്കെ, താങ്ക് യു.